കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. യേശയ്യ 11:2. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലും അതുപോലെ യൂക്കാറ്റിലും പരിശുദ്ധാത്മാവിൻ്റെ ഈ 7 ദാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ദൈവഭക്തി, ദൈവഭയം എന്നിവയാണിവ. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ ഈ ദാനങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ക്രൈസ്തവ ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടുന്ന ദാനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ്. നമ്മുടെ മൗലിക സുഹൃതങ്ങളും അതുപോലെ ദൈവീക സുഹൃതങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ വരുന്നത്, ഊർജ്ജസ്വലമാകുന്നത്, പ്രവർത്തന നിരതമാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴാണ്. അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. നമുക്ക് ഓരോന്നായി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി ജ്ഞാനം. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവീക രഹസ്യം, ദൈവത്തിൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി കിട്ടുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ, ദൈവഹിതമാണോ, ഇതാണോ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് പലപ്പോഴും സംശയം തോന്നാം. ഇത് മനുഷ്യൻ്റെ പദ്ധതിയല്ലേ? ഇത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം എന്ന ദാനം നമുക്ക് ലഭിക്കുമ്പോഴാണ്. രണ്ടാമതായി ബുദ്ധി. ബുദ്ധി എന്ന ദാനം ദൈവീക പദ്ധതി മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവാണ് നമുക്ക് ലഭിക്കുക. സ്വാഭാവികമായി ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കുവാൻ മനുഷ്യന് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ദാനം ഒരു വലിയ ഉൾക്കാഴ്ച, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുന്നു. വിനീത ഹൃദയർക്കാണ് ബുദ്ധി എന്ന ദാനം പരിശുദ്ധാത്മാവ് നൽകുക. മൂന്നാമതായി ആലോചന. നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും തക്ക സമയത്ത് അവസരോചിതമായി സംസാരിക്കുവാനും ആലോചന എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനം നമ്മെ സഹായിക്കുകയാണ്. നാലാമതായി ആത്മശക്തി. ഈ ആത്മശക്തി എന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. പ്രത്യേകിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിലൊക്കെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, വിശ്വാസത്തിൻ്റേതായ ജീവിതം നയിക്കുവാൻ, രക്തസാക്ഷിത്വം പോലും വരിക്കുവാനായിട്ടുള്ള ഒരു ധീരതയാണ് ആത്മശക്തി എന്ന ദാനം നമുക്ക് ലഭിക്കുക. അഞ്ചാമതായിട്ട് അറിവ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ അറിവ് നമുക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പ്രബോധനത്തിനും പ്രഘോഷണത്തിനും പഠിപ്പിക്കലിനുമൊക്കെ നമുക്ക് സാധിക്കുക. മാനുഷ്യമായ കഴിവുകളും സിദ്ധികളുമൊക്കെ ഈ അറിവ് വന്നു കഴിയുമ്പോൾ അത് ഫലവത്തായി തീരുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. ആറാമതായി ദൈവഭയം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അയോഗ്യരാണ്, നമ്മൾ പാപികളാണ് എന്നുള്ളൊരു വലിയ തിരിച്ചറിവാണ് ദൈവഭയം നമുക്ക് നൽകുക. എളിമയുള്ളവർക്കാണ് ദൈവത്തിൻ്റെ ഭയം പരിശുദ്ധാത്മാവ് നൽകുക. അവസാനമായി ദൈവഭക്തി. പ്രാർത്ഥന ഭക്തിയുടെ ഭാഗമാണ്. പ്രാർത്ഥിക്കുവാനുള്ളൊരു വലിയ വരമാണ് ദൈവഭക്തി നമുക്ക് നൽകുക. അതുപോലെ ദൈവഭക്തിയിലാണ് ദൈവസ്നേഹവും പരസ്നേഹവും അടങ്ങിയിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, ജീസസ് യൂത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് റീകമ്മിറ്റ്മെൻറ്റിനൊക്കെ ഒരുങ്ങുമ്പോൾ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾക്കായിട്ട് ദാഹിക്കാം, പ്രാർത്ഥിക്കാം. അപ്പസ്തോലന്മാരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ഓരോ ജീസസ് യൂത്തും പെന്തക്കോസ്തായുടെ ശക്തിയാൽ രൂപാന്തരപ്പെടുവാനും അങ്ങേ പുത്രൻ്റെ ഉത്തമ സാക്ഷികളായി ഐക്യപ്പെടുവാനുള്ള കൃപയും നൽകണമേ. ആമേൻ.